ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. റിവ്യൂ ഒന്നുമല്ല. ഒരു മാസത്തിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ ഇടാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം, ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില, ഇപ്പം ഈ ഇറാൻ USA യുദ്ധം കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഇത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടിയത് കാരണം പല സാധനത്തിൻ്റെയും വില ഇവിടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില, അത് ഈ രണ്ടെണ്ണത്തിൻ്റെ വില കാരണം ഇപ്പോൾ ഇവിടുത്തെ വിലക്കയറ്റം അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുവാണെങ്കിൽ GST നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന GST, ഇന്ത്യക്ക് വെളിയിൽ GST നേരത്തെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 15 സംസ്ഥാനത്തിൻ്റെ അനുമതിയോട് കൂടിയാണ് GST വന്നത്. ഈ GST വന്ന സമയത്ത് ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഒറ്റ നികുതി, അതായത് GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഒറ്റ നികുതി, ഇന്ത്യ മൊത്തം ഒറ്റ നികുതിയായിട്ട് കൊണ്ടുവരിക. അന്നേരം ഈ സാധനങ്ങളുടെ വില, ഇപ്പം നമുക്കറിയാം ഓരോ സാധനത്തിനും ഓരോ സ്ഥലത്ത് ഓരോരോ വിലയാണ്. ഇപ്പോൾ ഈ GST കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ സാധനത്തിനും ഒരേ റേറ്റേ ആകത്തുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ GST 2017 ജൂലൈ 1 വന്നത്. പക്ഷേ അതിന് GST വന്നതിന് ശേഷം നമ്മൾ കണ്ട കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും വില കുത്തനെ കൂടി. അത് തന്നെയാണ് ഇപ്പം GST കൊണ്ട് ഇപ്പോൾ ഒരു ബേക്കറി പോയി ഒരു ചെറിയ എന്തെങ്കിലും വാങ്ങിയാൽ തന്നെ അതിനകത്ത് ഇത്ര % GST അവർ ആഡ് ചെയ്തു. മിനറൽ വാട്ടറിൻ്റെ കാര്യമാണ് ആദ്യം പറയേണ്ടത്. ഇതിനകത്ത് 1 ലിറ്ററിൻ്റെ വലിയ ബോട്ടിലും ഉണ്ട്, 1/2 ലിറ്ററിൻ്റെ ബോട്ടിലും ഉണ്ട്. ഈ ഒരു കാര്യം തന്നെ നമുക്ക് പറയാം. ഈ വിലക്കയറ്റം വരുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. ഈ ഹോൾസെയിൽക്കാർക്ക് ഈ ഒരു വെള്ളം, ഈ ബോട്ടിൽ മിനറൽ വാട്ടർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 8 രൂപയ്ക്കാണ്. മറ്റേ 1/2 ലിറ്ററിൻ്റെ ആണെങ്കിൽ അതിൽ താഴെ ഉള്ളത്. അപ്പോൾ ഇത് ഗവൺമെൻറ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 13 രൂപയിൽ കൂടുതൽ ഒരിടത്തുനിന്നും ഒരു ഷോപ്പുകാരും വിൽക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 രൂപയിൽ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴല്ല, 2016 ശേഷമുള്ളത്. അപ്പം ഈ കച്ചവടക്കാർ അതൊന്നും വക കൊള്ളാതെ ആണ് 20 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത്, 20 രൂപയ്ക്ക്. അപ്പം പല ഷോപ്പിലും 20 രൂപയ്ക്കാണ് ഈ ഒരു മിനറൽ വാട്ടർ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ചെറിയൊരു മുറുക്കാൻ കടയിൽ ചെന്ന് വെള്ളം ചോദിച്ചാലും അവർ 20 രൂപയെന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ്? അവർക്ക് കിട്ടുന്നത് 8 രൂപയ്ക്കായിരിക്കും. പക്ഷേ 5 രൂപയിൽ കൂടുതൽ മാർക്കറ്റ് പ്രൈസിൽ കൂടുതൽ, 5 രൂപയിൽ കൂടുതൽ അവർ എടുക്കല്ലെന്ന് ഉണ്ട്, നിയമമുണ്ട്. പക്ഷേ അതല്ല ഇവിടുത്തെ ടോപ്പിക്ക്, അതല്ല. പക്ഷേ ആ സമയത്തും ഇതേപോലെ ഇല്ലീഗലായിട്ട് പ്രൈസ് ടാഗ് ഇട്ട് അവർ വിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഇപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന പാചക സിലിണ്ടർ, അപ്പോൾ ആ വില എന്ന് പറഞ്ഞാൽ നേരത്തെ 2000-ന് താഴെ ഇരുന്ന വില പ്രൈസ് ഇപ്പം 3100 സംതിങ് എങ്ങാണ്ട് ഇപ്പം നിലവിലെ റേറ്റ്. അപ്പം ഇത് കാരണം പിന്നെ സ്റ്റോക്ക് കിട്ടാനും കുറവാണ്. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞാലേ സ്റ്റോക്കും കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് കാരണം ഹോട്ടൽ ഉടമകളെല്ലാം ഹോട്ടൽ ഉടമ മാത്രമല്ല, ഇപ്പോൾ ഓരോന്നിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ വിലക്കയറ്റം വരുന്നതിന് മുമ്പേ ഈ ഹോട്ടൽ ഉടമകൾ ഈ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് പറയാം. ഇപ്പം പാലിൻ്റെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി, ലിറ്ററിന് 4 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. ഈ മിൽമപ്പാൽ തന്നെ നമുക്ക് കറക്റ്റ് പാലാണെന്ന് അറിയാൻ വേണ്ടി ലാക്ടോമീറ്റർ ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇത് കറക്റ്റ് പാലാണെന്ന് അറിയാൻ വേണ്ടി. ഇവിടുത്തെ വിഷയം അതല്ല. ഇപ്പം ഓരോ ബിസിനസ്സിലായാലും അതിൻ്റെ കള്ളത്തരമുണ്ട്. ഇപ്പം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവർക്കറിയാം അതിൻ്റെ കള്ളത്തരം വേറെയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവരുടെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ, ഇവർ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പ്രൈസ് ടാഗ് ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു കമ്പനിയുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൈസ് ടാഗ് ആയിരിക്കും അവർ ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് കിട്ടുന്ന എത്ര രൂപയ്ക്കാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് വലിയ രഹസ്യം വേറെ ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് ടാഗാണ് എടുത്തിടുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ് മിനറൽ വാട്ടറിൻ്റെ കാര്യം, അതിനകത്തുള്ള പ്രൈസ് ടാഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പ്, അതിനകത്ത് കാണിക്കുന്ന പരിപാടി നമുക്കറിയാം. ഇവരൊക്കെ നല്ല ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ വിലക്കയറ്റം വരുന്നതിന് മുമ്പേ നല്ല ലാഭം വന്നുകൊണ്ടിരിക്കുക. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചായക്കടയിലെ കാര്യമാണ് ഇനി പറയാനുള്ളത്. ഇപ്പം ഓരോരോ ഷോപ്പിൽ, ഇപ്പം ടീ ഷോപ്പ് എടുത്ത് ഓരോ സ്ഥലത്ത് ഇപ്പോൾ വഴിയോര കച്ചവടത്തിൽ ചായയും കടിയും വിൽക്കുന്നവരുണ്ട്, ബേക്കറിയിൽ കൊടുക്കുന്നവരുണ്ട്, ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പല റേറ്റാണ് ചായയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മിൽമയുടെ വില 4 രൂപ കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഓരോരോ മീഡിയയിൽ നിങ്ങൾ കണ്ടു കാണും, ഓരോടത്ത് 15 രൂപയാണ് ഇപ്പോൾ ഒരു ചായക്ക് കൂട്ടിയേക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ടൗണിലൊക്കെ നോക്കുകയാണെങ്കിൽ 15 രൂപയാണ് ഇപ്പം ചായക്ക് കൂട്ടിയേക്കുന്നത്. പിന്നെ ഓരോ ഹോട്ടലിലല്ല ബേക്കറിയിലൊക്കെ കൊടുത്തേക്കുന്നത് 25 രൂപ വീതം വരെ ചായ കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതായത് വിലക്കയറ്റം വരുന്നതിന് മുമ്പ് അവർ 20 രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്ന ചായയാണ് 10 രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്. 25 രൂപ
വരെ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 30 ഉണ്ടോയെന്ന് എനിക്കിനി അറിയത്തില്ല. പക്ഷേ ഞാൻ കുടിക്കുന്ന സമയത്ത്, ആദ്യം ചായ കുടിക്കുന്ന സമയത്ത് 5 രൂപ ഉള്ള സമയത്ത് കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അന്നേരം അവിടെ വില കയറുന്നതെന്ന് പറഞ്ഞാൽ മിൽമ പാലിൻ്റെ ഇത് വെച്ചാണ് അവർ വില കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പം മിൽമ പാലിൻ്റെ വില കയറ്റുന്ന ഓരോരോ സാധനത്തിൻ്റെ വില കൂട്ടുന്ന കണ്ടുകൊണ്ട് ഇവരും വില കൂട്ടും. അങ്ങനെയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാർബർ ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ഇപ്പം 2 വർഷം മുമ്പേ ഉള്ള റേറ്റ് അല്ലേ ഇപ്പം. അപ്പോൾ അവർ കൂട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാപനത്തിൻ്റെയൊക്കെ വില കൂട്ടി, പിന്നെ ഇവിടെ മാത്രം കൂട്ടുന്നത്, അങ്ങനെ ഓരോരോ ഇത് കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നതുകൊണ്ട് ബസ് ചാർജിൻ്റെ വിലയും 2, 3, 4, 5 രൂപ അവർ കൂട്ടും. ഇതാണ് ഇപ്പം പണ്ട് തൊട്ടേ നടക്കുന്നത്. പക്ഷേ ഇനി ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച ഈ സ്ഥാപനങ്ങളെല്ലാം ഇതിൻ്റെ വില ഇനി കുറയ്ക്കുമോ? അതില്ല. പക്ഷേ ഇനി ഇപ്പം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ചായയുടെ കാര്യം. ചായക്കകത്തും അവർ നല്ല ലാഭം ഈ വിലക്കയറ്റം വരുന്നതിന് മുമ്പേ ഈ ജനങ്ങളെ പിടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇതാണ് സത്യം പറഞ്ഞ ഒരു ഗ്ലാസ്. ഒരു ചായ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ വരെ ചായയും ബാക്കി പതയുമായിട്ടുള്ള രീതിയിൽ ആണ് ഇതിനകത്ത് ഒരു ചായ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗ്ലാസിൻ്റെ ചെറിയ ഗ്ലാസ് കിട്ടും, അതാണ് ഇപ്പം ചായ. അപ്പോൾ നമുക്കവിടെ തർക്കിക്കാൻ പറ്റത്തില്ല. അപ്പം ആ ചായയുടെ ഇപ്പം ഒരു കവർ പാല് ഇപ്പം 30 രൂപ കൊടുത്ത് അവർ മേടിക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് നമ്മൾ ചായ അടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചെറിയ തവി, ആ തവിക്കകത്ത് ഒരു തവി പാലും പിന്നെ ബാക്കി തേയിലയും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൊണ്ടിട്ടാണ് ചായ ആക്കി തരുന്നത്. അപ്പോൾ ഒരു തവി തേയില ഇട്ടാൽ അവർക്ക് അതിനകത്തുനിന്ന് 15 10 ചായ അതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവരിപ്പം ഈ പാലിന് വില കൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 15 രൂപയാക്കിയാലും ഇപ്പം നേരത്തെ അവർ 10 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നാലും അവർക്ക് വൻ ലാഭമായിരുന്നു കിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് 15 രൂപ കൂട്ടേണ്ട ആവശ്യം അവർക്കുണ്ടോ? ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ചില ഹോട്ടലിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ഒരു ചായക്ക് പറയുമെങ്കിൽ എൻ്റെ ഗ്ലാസിൻ്റെ വില ഇത്രയേ കാണത്തുള്ളൂ. ചെറിയ ഗ്ലാസ് അതിനകത്ത് ഇത്രയും പോലും ചായ കാണത്തില്ല. ഇതിപ്പം വീഡിയോയിലായതുകൊണ്ടാണ് ഇത് വലുതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് ചെറിയ ഗ്ലാസ്സാണ്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുവാണെങ്കിൽ ഇത്രേ കാണത്തുള്ളൂ. ഇപ്പോൾ ഈ ഇത്രേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നോർമലാണ്. ഇതിപ്പം ചിലയിടത്തൊക്കെ പോവുകയാണെങ്കിൽ പേപ്പർ ഗ്ലാസ്സില്ല, നമ്മൾ കോവിഡ് ടൈമിൽ തരുന്ന ചെറിയ പേപ്പർ ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് ഒരു കവള് ചായക്കാണ് 15 രൂപ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ചായക്കടക്കാരുടെയും ബിസിനസ്സുകാരുടെയും അമിതമായ ലാഭം കിട്ടാനുള്ള ഒരു പിടിച്ചിലാണ് ഇത് കാണിക്കുന്നുള്ളത്. ഇത് വേണമെങ്കിൽ നിർത്താവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ കടിയുടെ വില, കടിയാണെങ്കിൽ അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു എണ്ണയ്ക്കകത്ത് തന്നെയാണ് പല ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അവർ 20 രൂപയോ 15 രൂപയോ കണ്ട് പല ഹോട്ടലിലും കൂട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ സാധനത്തിന് വില കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് അത് സംശയം തന്നെ. അത് ഇനി നിങ്ങളുടെ കമൻറ്റിലാണ് പറയേണ്ടത്, ഓരോരുത്തർ കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അതിനകത്ത് ഹോട്ടൽ ഉടമയുള്ള ഭക്ഷണം, ഇപ്പം സാധാരണ ഒരു ഹോട്ടലിൽ ഒരു ഊണ് പറയുവാണെങ്കിൽ അതിന് 50 രൂപയായിരുന്നു ആദ്യം. ഒരു 2 വർഷം മുന്നേ വരെ 50 രൂപയായിരുന്നു. പക്ഷേ അത് 60 രൂപയാക്കി. 60 രൂപയാക്കിയപ്പോൾ 60 രൂപയാക്കിയെന്ന് പറഞ്ഞാൽ അന്നും ഈ സിലിണ്ടറിൻ്റെ വില കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ 60 രൂപയാക്കിയത്. എന്നിട്ടും ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത ഒരു ജംഗ്ഷനിൽ ഇപ്പോൾ അത്യാവശ്യം അറിഞ്ഞു വരുന്ന ഒരു ഹോട്ടലിൽ ഞാൻ പേര് പറയുന്നില്ല, എല്ലായിടത്തും 60 രൂപ ഉള്ളപ്പോൾ അവർ വിൽക്കുന്നത് 80 രൂപയ്ക്കായിരുന്നു. അത് കൂടുതൽ അവിടെ മാത്രമേ ഉള്ളൂ ഹോട്ടൽ, അതുകൊണ്ടായിരിക്കും അവിടെ 80 രൂപ കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അവരത് സാധാ ഊണിന് ഇപ്പോൾ എത്ര രൂപയാക്കും? 100 അല്ലെങ്കിൽ 120 രൂപയാക്കും. അത് മാത്രമല്ല, ഇപ്പം ബിരിയാണി കഴിക്കാൻ ചെല്ലുന്നവർക്കാണെങ്കിൽ ചിക്കന് 110, മറ്റേതിന് 130, ബീഫിന് 130 ആക്കിക്കൊണ്ടിരുന്ന പല സ്ഥലത്തും അത്രയും വിലയായിട്ടുള്ളപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ 160, 180 രൂപ കൊടുത്ത ഹോട്ടലുകൾ ഇവിടെ അടുത്തെല്ലാം ഉണ്ട്. ഇത്രയും അവർ അത് പിഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് GST ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പിടിച്ചിൽ കൂടാതെ ഇപ്പം അമിതമായിട്ട് പിടിക്കുമ്പം അത് ഈ ഇപ്പം സാധാരണക്കാർക്കാണ് ഇത് ബാധിക്കുന്നത്. ഞാൻ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും അങ്ങനെ കഴിക്കത്തില്ല. വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കയറുന്നതല്ലാതെ ഞാൻ അങ്ങനെ പൊതുവേ കഴിക്കാറ്. ചായ കുടിക്കും, വെളിയിൽ പോകുമ്പോഴെല്ലാം ഞാൻ ചായ കുടിക്കാറുണ്ട് വെളിയിൽ നിന്ന്. പക്ഷേ അവിടെ ഞാൻ ചായ കുടിക്കുന്നതെല്ലാം നോക്കി നിൽക്കും. ഇവർ കാണിക്കുന്ന പരിപാടിയെല്ലാം ഞാൻ നോക്കി നിൽക്കും. അപ്പോൾ ഓരോ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴായാലും ആ ഉഴുന്നുവടയുടെ തുള വലുതും വില കൂടിയും ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുവായാലും ഒരു 10 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം, ആ 10 രൂപയുടെ സാധനം അതിനകത്ത് കാണിക്കുക, 5 രൂപയുടെ സാധനം പോലും അതിനകത്ത് ഇല്ല ചില കടയിലൊന്നും. അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലൊക്കെയുള്ള സാധനത്തിൻ്റെ വില അവർക്ക് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത്യാവശ്യം ഉപയോഗ സാധനത്തിൻ്റെ വില, ഇപ്പോൾ പച്ചക്കറി വില കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അത് കുറയുന്നിടം വരെ അത്യാവശ്യം വിലയ്ക്ക് കൂട്ടി വെക്കാം. പക്ഷേ ഇത് കുറയ്ക്കൂ. പച്ചക്കറിയുടെ വില ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറിയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിൽക്കുന്ന വില കുറയ്ക്കൂ. അതില്ല. ഇപ്പോൾ തന്നെ കോഴി ഇറച്ചിയുടെ വില ഞാൻ പറയുന്നുണ്ട്, കോഴി ഇറച്ചിയുടെ വില 125 രൂപയാകുമ്പോഴും ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് കോഴിയുടെ വില 1-2 മാസം കൂടിയിരുന്നു. അപ്പോൾ ഇവർ ചിക്കൻ ബിരിയാണിയുടെ വില കുത്തനെ 30 രൂപ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ വില അവർ കുറയ്ക്കോ പഴയതുപോലെ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇനി വില പോകുന്നത്. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇപ്പം വരുന്ന പെട്രോളിൻ്റെ വില ഇനി ഈ യുദ്ധം കഴിഞ്ഞിട്ട് വില കുറയ്ക്കേണ്ടി വന്നാൽ ഇനി ഇവർ ഈ പെട്രോളിൻ്റെ വില കുറയ്ക്കുമോ? ഇനി കുറയ്ക്കത്തില്ല. ഇത് തന്നെയായിരുന്നു കോവിഡിന് മുമ്പേ കുറയ്ക്കുമെന്ന് പറഞ്ഞത്. 60 രൂപയ്ക്ക് 70 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞ ടീംസാണ് ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ടീംസാണ് ഇപ്പം 114 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനി കൂടിയ സാധനം ഇനി ഇത് കുറയത്തില്ല.
അപ്പോൾ ഇനി ഈ ചായയുടെ വില ഇനി 25 രൂപയാവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ബാധിക്കുന്ന സാധാരണക്കാരനെ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഇനി ജനങ്ങൾ ഒന്ന് രണ്ടാഴ്ച ഹോട്ടലിൽ നിന്ന് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യും നോക്കാം, ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്ത് ചെയ്യും നോക്കാം. അപ്പോൾ അതാണ് ഇതിനുള്ള മറുപടിയായിട്ട് കൊടുക്കേണ്ടത്. കാരണം ഇവരിനി കുത്തിനെ വില കൂട്ടി കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക, ഹോട്ടലിൽ പോയി കഴിക്കാതിരിക്കുക. അത്യാവശ്യം വെളിയിൽ ചിലവരൊക്കെ ഉണ്ട്, രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർ അത്യാവശ്യം വെളിയിൽ നിന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പരമാവധി ഒരു 2 ആഴ്ച ഇവരിൽ നിന്ന് ഇവരുടെ ഹോട്ടലിൽ കേരളത്തിലല്ല എല്ലാവരുടെയും കാര്യം പറയുന്നത് ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാതിരിക്കുക. ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ അവർ എന്തോ ചെയ്യുമെന്ന് നോക്കാം. അന്നേരം അവർ വില കുറയ്ക്കുകയോ ചെയ്യുമെന്ന് നോക്കാം. ഇത് ഭയങ്കരമായിട്ട് കഴുത്തറുത്താണ് ഇപ്പം ഓരോ ഹോട്ടലിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ബേക്കറിയിലൊക്കെ നേരത്തെ ഒരു പപ്സും ഒരു ചായയും കുടിക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കല്ലിയാവും. ഏകദേശം 70-60 രൂപയാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള മറുപടി ഇതേ ഉള്ളൂ. അവിടെ നമ്മൾ സമരം ചെയ്യില്ല, എത്രയോ സമരം ചെയ്യുന്നത്. ഹോട്ടലിൽ കഴിക്കാതിരിക്കാൻ നല്ലൊരു സമരം ചെയ്യുക, അവരെന്തോ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിന് മുമ്പും ഈ വിലക്കയറ്റം ഇതല്ല, ഇതിന് മുമ്പും ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ. ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പറയാനൊരു കാരണമായി. അപ്പോൾ അതേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.